വലിയ ആണവാക്രമണ ഭീതിയിലൂടെയാണ് ഇസ്രായേൽ കടന്നുപോകുന്നത്. ഇറാന്റെ ശക്തമായ ആക്രമണം പ്രതിരോധിക്കാൻ സാധിക്കാതെ ഇസ്രായേലിന്റെ രാസവസ്തു ഉൽപാദന കേന്ദ്രം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇതാണ് വലിയ ആണവ വികരണ ഭീതിയിലേക്ക് ഇസ്രായേലിനെ നയിക്കുന്നത്. ദക്ഷിണ ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിലുള്ള പ്രമുഖ രാസവസ്തു ഉൽപാദന കേന്ദ്രമായ അഡാമ പ്ലാന്റിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. ഞായറാഴ്ച നിദോദ് ഹൊവാവ് ഇൻഡസ്ട്രിയൽ സോണിലുണ്ടായ ഈ ആക്രമണത്തിൽ പ്ലാന്റിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും പ്രദേശം കറുത്ത പുകയാൽ മൂടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്ലാന്റിലെ രാസവസ്തുക്കൾ കേടുപാടുകൾ സംഭവിച്ചതായും പ്രദേശവാസികളോട് പുറത്തിറങ്ങരുത് എന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കാർഷിക ആവശ്യങ്ങൾക്കുള്ള കീടനാശിനികളും രാസവസ്തുക്കളും വൻതോതിൽ നിർമ്മിക്കുന്ന ഇടമായതിനാൽ അന്തരീക്ഷത്തിലേക്ക് വിഷവാതകം പടരുമെന്ന ഭീതി പ്രദേശവാസികളെയും അധികൃതരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിട്ടുമുണ്ട്. ഏകദേശം 34 യൂണിറ്റ് അഗ്നിശമന സേനാംഗങ്ങൾ മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മുൻകരുതലുകൾ നടപടിയായി പ്ലാന്റിന് ചുറ്റുമുള്ള 800 മീറ്ററിൽ പ്രദേശം അധികൃതർ സീൽ ചെയ്യുകയും ഹൈവേ 40 ഉൾപ്പെടെയുള്ള പ്രധാന റോഡുകൾ താൽക്കാലികമായി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിന്റെ ആഘാതത്തിൽ സമീപ പ്രദേശത്തുള്ള 11 പേർക്ക് നിസ്സാര പരിക്കേറ്റതായും 20ഓളം പേരെ മാനസികാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പ്ലാന്റിലെ രാസവസ്തു സംഭരണികൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും നിലവിൽ അപകടകരമായ രീതിയിലുള്ള വാതക ചോർച്ച കണ്ടെത്തിയിട്ടില്ല എന്ന് ഇസ്രായേൽ പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട്. എങ്കിലും മേഖലയിൽ കനത്ത സുരക്ഷാ നിരീക്ഷണം തുടരുകയാണ്. അതേസമയം ഈ രീതിയിൽ അപകടകരമായേക്കാവുന്ന നിരവധി പ്ലാന്റുകൾ ഇസ്രായേലിന്റെ പല ഭാഗത്തും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ പ്ലാന്റിന്റെ തകർച്ചയുണ്ടാക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ ഇസ്രായേലിന് താങ്ങാവുന്നതിലും അപ്പുറമാണെങ്കിൽ അത് ഇറാനെ സംബന്ധിച്ച് കാര്യങ്ങൾ എളുപ്പമാകും. പിന്നീട് സമാന രീതിയിൽ പല ആക്രമണങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനുമപ്പുറം ജനവാസ മേഖലകളോട് ചേർന്ന് നിലനിൽക്കുന്ന രാസകേന്ദ്രങ്ങളുണ്ടെങ്കിൽ പിന്നീട് ആളുകളെ ഒഴിപ്പിക്കുന്നതും മറ്റും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നിരിക്കെ വലിയ തിരിച്ചടികളാണ് ഇസ്രായേലിനെ കാത്തിരിക്കുന്നത്. ഇസ്രായേലിന്റെ രാസകേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇനി ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന രഹസ്യ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ അമേരിക്ക സംയുക്തമായി ഇറാനെതിരെ ആരംഭിച്ച യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്കാണ് മേഖല നീങ്ങുന്നത്. ഇറാന്റെ ഇന്ധന ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ നീക്കമെന്ന് ഇറാൻ വിപ്ലവ ഗാർഡ് അവകാശപ്പെടുന്നുണ്ട്. നിലവിൽ കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ ഊർജ്ജ നിലയങ്ങളെയും ഇറാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇരുവിഭാഗവും പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല. ഗൾഫ് മേഖലകളിലുടനീളം യുദ്ധം വ്യാപിപ്പിക്കുന്നത് ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാനും വൻ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമായിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിന്റെ രാസകേന്ദ്രങ്ങൾ തകർത്തതിന് പിന്നാലെ ഇറാന് അമേരിക്കയും തിരിച്ചടി നൽകുന്നുണ്ട്. ഇറാനിലെ ലഹമർദ് പട്ടണത്തിൽ അമേരിക്ക നടത്തിയ മാരകമായ ആക്രമണത്തിൽ അമേരിക്ക തങ്ങളുടെ പുതിയ മിസൈൽ പരീക്ഷിച്ചതായി റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ലഹമർദിലെ ജനവാസ മേഖലകളിൽ പതിച്ച മിസൈലിന്റെ ദൃശ്യങ്ങൾ വിശകലനം ചെയ്ത പ്രതിരോധ വിദഗ്ധർ ഇത് അമേരിക്കൻ സൈന്യത്തിന്റെ പക്കലുള്ള പുത്തൻ ആയുധമായ പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ ആണെന്ന് വാദിക്കുന്നുണ്ട്. BBC സ്ഥിരീകരിച്ച CCTV ദൃശ്യങ്ങളിൽ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് മിസൈൽ ആകാശത്ത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് വ്യക്തമായി കാണാൻ സാധിക്കുന്നുമുണ്ട്. മിസൈലിന്റെ സവിശേഷമായ ആകൃതി, നീളം, അത് സൃഷ്ടിച്ച സ്ഫോടനത്തിന്റെ വ്യാപ്തി എന്നിവ പരിശോധിച്ചാണ് ഇത് പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ ആണെന്ന് നിഗമനത്തിലെത്തിയത്. ലോക്ക് ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച ഈ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിന് 500 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. 2023 മാത്രം US സൈന്യത്തിന്റെ ഭാഗമായ ഈ അത്യാധുനിക ആയുധം ആദ്യമായിട്ടാണ് ഒരു യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നത്. ഈ ആക്രമണത്തിൽ ചുരുങ്ങിയത് 21 പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ നൽകുന്ന വിവരം.